2026 ജൂലൈ 5 ഗ്രീസിലെ ഏതൻസിൽ നിന്ന് 2000-ഓളം യാത്രികരുമായി ക്രൂയിസ് കമ്പനിയായ വിർജിൻ വോയേജസിന്റെ ഒരു ആഡംബര കപ്പൽ സ്കാർലറ്റ് ലേഡി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ആരംഭിക്കുകയാണ്. 2026 ജൂലൈ 15 ഇറ്റലിയിലെ വെനീസിൽ അവസാനിക്കുന്ന തരത്തിൽ ചാർട്ട് ചെയ്ത യാത്രക്ക് പക്ഷേ തുർക്കിയും ഈജിപ്തും തങ്ങളുടെ രാജ്യത്ത് നങ്കൂരമിടാൻ അനുമതി നിഷേധിക്കുകയാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അമേരിക്കയിലെ LGBTQ+ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അറ്റ്ലാന്റിസ് ഇവന്റ്സ് എന്ന ടൂറിസ്റ്റ് കമ്പനിയാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നായി 2000-ഓളം ആളുകളാണ് ഈ കപ്പലിലുള്ളത്. യാത്രയുടെ 10 ദിവസവും പാട്ടും ഡാൻസും മദ്യവും ലഹരിയും ലൈംഗികതയും ഒക്കെയായി വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നതാണ് യാത്രക്കാരുടെ ഉദ്ദേശം. ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് തുർക്കിയിലെ ഇസ്താംബൂൾ, കൂശദാഷി എന്നീ നഗരങ്ങളായിരുന്നു സന്ദർശിക്കേണ്ടിയിരുന്നത്. എന്നാൽ തുർക്കിയും പിന്നീട് ഈജിപ്ത് അവരുടെ കൈറോയിലും പ്രവേശിക്കുന്നതിന് അനുമതി നിഷേധിച്ചതോടെ യാത്ര വീണ്ടും മാറ്റേണ്ടി വന്നു. തുർക്കിയുടെയും ഈജിപ്തിന്റെയും നടപടിക്കെതിരെ ഇപ്പോൾ ഈ യാത്രയുടെ സംഘാടകർ രംഗത്ത് വരികയാണ്. കെട്ടുകേൾവി പോലും ഇല്ലാത്തത്, വിചിത്രവും സങ്കടകരവുമായത്, തങ്ങളുടെ 37 വർഷത്തെ യാത്രാ പാരമ്പര്യത്തിൽ ഇല്ലാത്തത് എന്നൊക്കെയാണ് ഇതിൻ്റെ യാത്രയുടെ സംഘാടകർ തുർക്കിയെയും ഈജിപ്തിനെയും വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് തുർക്കിയും ഈജിപ്തും ഈ കപ്പലിനെ തടയുന്നത്? ഈ 2 രാജ്യങ്ങളും കപ്പൽ തടഞ്ഞതിന് പിന്നിൽ പ്രധാനമായും സാമൂഹികവും സാംസ്കാരികവുമായ കാരണങ്ങൾ ആണ് എന്നാണ് വ്യക്തമാക്കുന്നത്. തുർക്കിയുടെ വിശദീകരണം എങ്ങനെയാണ്? നമ്മുടെ സാമൂഹിക ഘടനയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും നിരക്കാത്ത പെരുമാറ്റങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ യാത്ര എന്നതുകൊണ്ടാണ് ഈ സന്ദർശനം ഞങ്ങൾ നിഷേധിക്കുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കക്ക് ഇത് കാരണമാക്കുന്നുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചാണ്ട് കൂശദാഷി സന്ദർശനത്തിനുള്ള അനുമതി നിഷേധിച്ചത് എന്നും തുർക്കി വ്യക്തമാക്കുന്നു. അനുമതി നിഷേധിച്ചതിനെ കാരണങ്ങളൊന്നും ഔദ്യോഗികമായി ഈജിപ്ത് നൽകിയിട്ടില്ലെങ്കിലും ആ രാജ്യത്തെ നിയമങ്ങളും സാമൂഹിക പശ്ചാത്തലവും തന്നെയാണ് ഈജിപ്തും ഇവർക്ക് അനുമതി നിഷേധിക്കുവാനുള്ള കാരണം. ഈജിപ്തിൽ സ്വവർഗരതി നിയമപരമായി പൂർണ്ണമായി നിരോധിച്ചിട്ടില്ലെങ്കിൽ പോലും പരസ്യമായ LGBTQ പ്രവർത്തനങ്ങളും റാലികളും അവിടെ കടുത്ത രീതിയിൽ എതിർക്കപ്പെടാറുണ്ട്. പലപ്പോഴും പൊതുധാർമ്മികത ലംഘിച്ചു എന്ന പേരിൽ അവിടെ ഇങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടികൾ വരെ ഉണ്ടാകാറുണ്ട്. അതിനാൽ തങ്ങളുടെ രാജ്യത്തെ യാഥാസ്ഥിതിക മൂല്യങ്ങൾക്ക് ഇവ വിരുദ്ധമാണ് എന്നും അതിനടിസ്ഥാനത്തിലാണ് അവസാന നിമിഷവും തങ്ങൾ ഈ അനുമതി നിഷേധിക്കുന്നത് എന്നുമാണ് ഈജിപ്തിന്റെ ഭാഗത്തു നിന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള ചില കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. മാത്രവുമല്ല, ഇത്തരം പാർട്ടികളുടെ മറവിൽ വലിയ തോതിലുള്ള ലഹരി കടത്തുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കപ്പൽ യാത്രകളിൽ വ്യാപകമായി നിയമവിരുദ്ധ ലഹരി മരുന്നുകൾ ഉപയോഗിക്കപ്പെടുന്നു എന്ന ആരോപണവും തെളിവുകളും വളരെ ശക്തമാണ്. ഏറ്റവും ഒടുവിൽ 2026 ഫെബ്രുവരിയിൽ മിയാമി തുറമുഖത്ത് വെച്ച് അറ്റ്ലാന്റിസ് ചാർട്ടർ ചെയ്ത റോയൽ കരീബിയൻ കപ്പലിൽ കയറാൻ ശ്രമിച്ച 9 യാത്രക്കാരെ ലഗേജിൽ നിന്ന് മാരക ലഹരി മരുന്നുകളായ MDMA, GHB, കൊക്കൈൻ എന്നിവ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ പാർട്ടികൾക്കിടയിൽ കപ്പലിൽ വെച്ച് ചില യാത്രക്കാർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. 2018 സ്റ്റോം ചേസേഴ്സ് എന്ന TV ഷോയിലൂടെ പ്രശസ്തനായ ജോയൽ ടൈലർ കപ്പലിൽ വെച്ച് ലഹരി മരുന്ന് അമിതമായി ഉള്ളിൽ ചെന്ന് ഒരു യാത്രികൻ മരണപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 2020 ഒരു യാത്രക്കാരൻ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2022, 2024 വർഷങ്ങളിൽ മറ്റു ചില യാത്രക്കാർ കപ്പലിൽ വെച്ച് അപ്രതീക്ഷിതമായി മരണപ്പെടുകയും ചിലരെ കാണാതെയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഗേ പാർട്ടികൾ, ഫ്ലോട്ടിംഗ് നൈറ്റ് ലൈഫ് ഫെസ്റ്റിവൽ എന്നിവ ഉൾപ്പെടെ ഇതിനകത്ത് നടക്കാറുണ്ട്. ഒപ്പം പരസ്പര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്ലേ റൂമുകൾ, റെഡ് റൂമുകൾ, ഡാർക്ക് റൂമുകൾ എന്നിവയും ഈ കപ്പലിൽ സജ്ജീകരിക്കും. ആ തരത്തിൽ ലോകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നതുകൊണ്ടാണ് ഇവർക്ക് അനുമതി നിഷേധിക്കപ്പെടുന്നത്. തുർക്കി പ്രധാനമായും പറയുന്നത് ഇത്തരം ആശയങ്ങളുള്ള ഒരു സംഘം തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കേണ്ടതില്ല എന്നു തന്നെയാണ്. ഈ യാത്രയ്ക്ക് പിറകിൽ ഈ ആശയത്തിന്റെ പ്രചാരണത്തിനുള്ള നിഗൂഢതകൾ ഉണ്ട് എന്നും അത് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നും തന്നെയാണ് ഈ 2 രാജ്യങ്ങളും പറയുന്നത്. സ്വാഭാവികമായും LGBTQ വിഭാവനം ചെയ്യുന്ന ഈ ആശയത്തോട് ലോകം മുഖം തിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.